സർ, ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്ക് സന്തോഷമുള്ള ഏറ്റവും വലിയ സന്തോഷ നിമിഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നല്ല സ്വകാര്യ ജീവിതം ചെയ്യുമ്പോൾ ആ സമയത്ത് ആ ഒരു നല്ല ശാന്തമായൊരു ഞായറാഴ്ച എനിക്ക് കുറച്ച് സമയം തരുമ്പോൾ താങ്ക് യു സോ മച്ച്. അതിന് ഞാൻ തുടങ്ങട്ടെ. ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണെന്ന് എനിക്കറിയാം. ഒരു ഏകദേശം 62 വർഷമായിട്ടുണ്ടാവും സിനിമയിൽ വന്നിട്ട്, 400ഓളം ചിത്രങ്ങൾ. 1963 തുടക്കം, ആദ്യത്തെ സിനിമ അല്ലേ? അത് നമ്മുടെ നിലമണിഞ്ഞ കാൽപ്പാടുകൾ. അവിടുന്ന് ഇത്ര വരെ നോക്കുമ്പോൾ എല്ലാ യുഗങ്ങളും കണ്ടു. അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടു, അതുമാതിരി കളറ് കണ്ടു, എല്ലാ സിനിമയുടെ പല വശങ്ങളും കാണും. ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് വിലയിരുത്താറ്, ഇതൊക്കെ ടി വിയിലും OTT-യിലൊക്കെ കാണുമ്പോൾ? ഇപ്പം അങ്ങനെ വിലയിരുത്താനൊന്നും കഴിയില്ല. കാരണം ഇത് കണ്ടുകൊണ്ടിരുന്ന കാരണം ഐ വാസ് മൂവിങ് വിത്ത് ഇറ്റ്. അപ്പോൾ എന്തിട്ടെന്ന് പറഞ്ഞാൽ എവിടെ മാറി എന്ത് മാറിയെന്നൊന്നും അറിയാനൊക്കില്ല. അപ്പോൾ ഇതൊരു ഫ്ലോ, ആ ഫ്ലോയിൽ ഇവിടെ എത്തി എന്നുള്ളതല്ലാതെ അത് ഇതുമായിട്ട് കമ്പയർ ചെയ്യാനൊന്നും തോന്നുന്നില്ല. ഒരേ ഒഴുക്ക് തന്നെ, അത് തിരിഞ്ഞും മറിഞ്ഞും വളഞ്ഞും ഒക്കെ പോകുമല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും വളഞ്ഞു തിരിഞ്ഞൊക്കെ വന്നു എന്നുള്ളതല്ലാതെ ഇതിനെ എവിടെയും ബ്രേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും പറയാൻ എനിക്കൊന്നുമില്ല. ഹിന്ദി ലെക്ചറായിട്ടല്ലേ തുടങ്ങി ആദ്യം? MA പാസ്സായി കഴിഞ്ഞ ഉടനെ 2 വർഷം ഹിന്ദി ലെക്ചറായിരുന്നു. അതുകൊണ്ടാണ് ഈ രാമു കരിയേട്ട് സാറിൻ്റെ പടത്തിൽ അത് കഴിഞ്ഞ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി. അതെവിടെയൊന്ന് പഠിച്ച? ബറോഡ, ഡൽഹി. ഓക്കെ, NSD ഡൽഹി. അവിടുന്നാണ് ഈ സിനിമ. അപ്പോൾ സിനിമാ മോഹം എപ്പോഴാണ് വന്നത്? ഇങ്ങനെ സിനിമാ മോഹമല്ല, ഒന്ന് എന്നെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. ആണല്ലേ? എനിക്ക് ഡ്രാമ മോഹമായിരുന്നു. അല്ല, ഒറ്റ വാക്കി പറഞ്ഞാൽ ആക്ടിങ് മോഹമായിരുന്നു. ആക്ടിങ് മോഹം. അങ്ങനെയാണ് എന്നിട്ട് അങ്ങനെയാണ് ചെന്നൈയിൽ ഒരു മേക്കപ്പ് ടെസ്റ്റിന് വേണ്ടി ചെന്നതല്ലേ? എവിടെ? ചെന്നൈയിൽ ആദ്യം. ചെന്നൈയിൽ രാമുകാരിയായിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ഇവിടെ നമ്മുടെ മുടിയനായ പുത്രൻ്റെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അടൂർ ഭാസ് ഉൾപ്പെടെയുള്ള, എനിക്ക് അറിയാവുന്നുള്ള അടൂർ ഭാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പേഴ്സണലായിട്ട്. അതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ടെക്നീഷ്യൻസൊക്കെ ഡൽഹി വന്നിരുന്നു. അപ്പോൾ മലയാളി അസോസിയേഷൻ അവർക്ക് സ്വീകരണം കൊടുത്തു. സോ ഐ വാസ് ഓൾസോ ദെയർ. അപ്പോൾ ഭാസി എന്നെ കണ്ടപ്പോൾ രാമകാരിയേട്ടനെ ഇങ്ങനെ പരിചയപ്പെടുത്തി. ഞാൻ ഇങ്ങനെയാണ് ബസ്, അയാളാണ് പിന്നെ കോളേജ് ലെക്ചറായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കാൻ വന്നു. അപ്പോൾ കാര്യമായിട്ടെൻ്റെ അടുത്ത് ഇത്ര ചോദിച്ചു, ഈ ഡ്രാമയിൽ ഇൻട്രസ്റ്റ് ഉള്ള സിനിമയിലില്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് അഭിനയത്തിലാണ്. അത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ തുടങ്ങിയതിന് ശേഷമാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയത്. ഒരുപക്ഷെ അത് ആദ്യം തുടങ്ങിയെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേനെ. എന്നാൽ എൻ്റെ അടുത്ത പടത്തിലൊരു റോളുണ്ട്. അതിൽ പ്രധാന റോൾ അഭിനയിക്കുന്നത് സത്യൻ സാറാണ്. ഇതൊരു സിനിമാ ഹീറോ ടൈപ്പ് റോളാണ്. ചെയ്യാമല്ലോ. പക്ഷേ 3 മാസം കഴിഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ 3 മാസം കൂടെ വേണമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനും 3 മാസം കഴിഞ്ഞേ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഹെൽസിങ്കിയിൽ എവിടെയോ യൂത്ത് ഫെസ്റ്റിവലിനും ഇതിനൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് പോലും എഴുതിയിട്ടില്ല. ഈ നോവൽ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് മദ്രാസിയിലോട്ട് ട്രിവാൻഡ്രത്തോട്ട് പോകാൻ വിളിച്ചിട്ട് മദ്രാസിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഴയ ബക്കറുണ്ടല്ലോ, നീലക്കുയിലൊക്കെ എടുത്ത് അതിൻ്റെ മാനേജറായിരുന്നു. പ്രഭു സാറായിരുന്നു മാനേജർ. പ്രഭുവിനെ അറിയാമല്ലോ, ഇപ്പോഴും ഉണ്ട്. പ്രഭു സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ബക്കർ അവിടെ ഉണ്ടായിരുന്നു ഓഫീസിൽ തന്നെ. അപ്പോൾ ബക്കറും എല്ലാം കൂടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവരുടെ ഷൂട്ടിംഗ് നടക്കുന്നില്ലല്ലോ. ഇവരുടെ കമ്പനിയുടെ പേര് ചന്ദ്രധാര. ഫോർച്യുനേറ്റ്ലി ഈ നിലമണിഞ്ഞ കാൽപ്പാടുകളുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ ന്യൂടൗൺ സ്റ്റുഡിയോയിൽ. ഇപ്പോൾ ന്യൂടൗൺ ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇവർ ഫ്രണ്ട്സാണ്. ശോഭന പരമേശ്വരൻ നായർ അവരും എല്ലാം കൂടെയാണ് ചെയ്യുന്നത്. NN പിഷാരടി, നസീറും ബാക്കി അന്നുള്ള പണികളെല്ലാം കൂടെ ഉണ്ടായില്ലേ. പിന്നെ അവിടെ കൊണ്ടുപോയി. പിന്നെ ചെന്നപ്പോൾ അവിടെ നസീറും പഴയ പെട്ടെന്ന് പേര് ശാരദയൊന്നും അന്ന് വന്നിട്ടേ ഇല്ല. അന്ന് ഷീല ഉണ്ടായിരുന്നു. ജയഭാരതി ഇല്ല. അന്ന് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നവരായിരുന്നു ഇവരും ഷീലയും. പിന്നെ അല്ലെങ്കിൽ രാഗിണി ആരെങ്കിലും അങ്ങനെ അവരും പ്രേമനസരമായിട്ടുള്ളൊരു സീൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഷോട്ട് തീർന്നപ്പോൾ എന്നെ ഇതിനിടയ്ക്ക് മേക്കപ്പ് റൂമിൽ കൊണ്ടുപോയി മേക്കപ്പ് എല്ലാം ചെയ്തു ഇവിടെ കൊണ്ടുവന്നു. ഒരു ഡയലോഗിൻ്റെ കഷ്ണം അതെല്ലാം തന്നു. പറയണം, അഭിനയിക്കണം. ഞാൻ ചെയ്തു.
അതൊരു ആർമി സോൾജറിന്റെ റോളായിരുന്നില്ലേ? അതെ അതെ അതെ. സ്റ്റീഫൻ എന്നല്ലേ കഥാപാത്രത്തിന്റെ പേര്? സ്റ്റീഫൻ തന്നെ. ഇത് അംബിക, അംബിക. പഴയ അംബിക, പഴയ അംബിക. ഇപ്പോഴത്തെ അംബിക. എൻ്റെ ഭർത്താവ് ഒരു സിനിമയിൽ അവരുടെ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓഹോ. മറ്റേ ഭാസ്കർ മാഷ സിനിമയായിരുന്നു ആദ്യ കിരണങ്ങൾ. അതിൽ കിഴക്കുതിക്കണ ചെന്തങ്ങി എന്നൊരു പാട്ടുണ്ട്. ആദ്യ കിരണങ്ങൾ ഞാനില്ലേ? ഇല്ല, സത്യൻ സാറാണ്. സത്യൻ സാർ ഉണ്ടാവില്ല അതിലുണ്ടായിരുന്നു അല്ലേ? അല്ല, ഞാൻ സത്യൻ സാറും നസീറുള്ളതിൽ ഞാൻ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് ജീവിതം. പിന്നെ അങ്ങനെ തിരിച്ച് പിന്നെ രാമു കൈരട്സന്റെ സിനിമയും വന്നു അല്ലേ? അല്ല, രാമുകാരിട്ടപ്പോൾ പോയിരിക്കുക സ്ഥലത്തില്ല. സ്ഥലത്തില്ല. ചന്ദ്രതാരയ്ക്ക് ഷൂട്ടിങ്ങും ഇല്ല. ശോഭന പുരുഷന്മാർ ഇവിടെ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. NN പിഷാരടി, യു രാജഗോപാലായിരുന്നു ക്യാമറമാൻ. അവരിതെടുത്തു. അപ്പോൾ അവിടെ വെച്ച് കാര്യമായിട്ട് പറഞ്ഞു, ഇതെടുക്കണ ഒരു ഫോർമാലിറ്റിയാണ്, ജസ്റ്റ് ബാക്കിയുള്ളവരെ കാണിക്കാനും ജസ്റ്റ് നോ വാട്ട് ഇറ്റ് ഈസ് എന്ന് ഞാൻ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. എനിക്ക് യു ആർ ഡൂയിങ് ദ റോൾ നമ്മുടെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവരിങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അവിടുന്ന് ആ സിനിമ ഏതായിരുന്നു രാമു കൈരട് സാറിൻ്റെ? ചെമ്മീനായിരുന്നില്ലല്ലോ? അയ്യോ, അതിന് ശേഷമാണ്. അത് ഈ സെക്കൻഡ് പടം സാറിൻ്റെ അത് ഏതായിരുന്നു? മൂടുപടം. കറക്റ്റ്, എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ ട്രിവാൻഡ്രത്തേക്ക് മടങ്ങി വരാൻ പോകുമ്പോൾ ഒരു ദിവസം അവിടെ മദ്രാസിലുണ്ടായിരുന്നു ഞാൻ. പിറ്റേ ദിവസം വൈകിട്ടാണ് ട്രെയിൻ വരാൻ പോകും. പരമേശ്വരൻ എന്നായിരുന്നു പറഞ്ഞു, നമ്മുടെ പടത്തിൽ ഒരു ചെറിയ റോളുണ്ട്, ചെയ്യാം. ഞാൻ ചെയ്യാം. അതിൽ ഒരു 8 ദിവസം കഴിഞ്ഞേ വരും ഷൂട്ടിങ്ങിൻ്റെ മറ്റേ തുടങ്ങുള്ളൂ. ഞാൻ പോകണമെന്നറിയാം, പോയിട്ട് അറിയിക്കാൻ അപ്പോൾ വന്നാൽ മതി. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു. അതിനായിട്ട് ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ട് പരമേശ്വരൻ അങ്ങോട്ട് വിളിച്ചു. ഞാൻ പോയിട്ട് നിന്നോട് ഞാൻ കാൽപ്പാട് കഴിഞ്ഞ് അഭിനയിക്കാൻ തുടങ്ങി പട്ടാളക്കാരനെ. അപ്പോൾ അതാണ് ആദ്യത്തെ പടം. അതാണ് എന്നെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വിളിച്ചതും ഞാൻ പോയതും മൂടുപടത്തിന് വേണ്ടിയും അഭിനയിച്ചതും നമ്പർ ഫസ്റ്റ് ആയതും റിലീസായത് ഈ പടം. അതെ, മൂടുപടം കഴിഞ്ഞ ശേഷം പിന്നെ അറൈവൽ ഓഫ് മധു ആയിരുന്നു അല്ലേ? അത് പിന്നെ അങ്ങോട്ട് ധാരാളം ചെറിയ പടങ്ങൾ. അത് എല്ലാം മിക്കവാറും ഉള്ളതിലെല്ലാം ഈ സത്യൻ മധു അല്ലെങ്കിൽ നസീർ മധു, അങ്ങനെ അതെ കോമ്പിനേഷൻ. പക്ഷേ ഈ എനിക്കിപ്പോഴും ഹൃദയമൊരു ക്ഷേത്രത്തിൽ താങ്കൾ ഡോക്ടറാണ്, എന്നിട്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഈ റോബ് ഇട്ടിട്ട് കയറി പോകുന്ന സീൻ എനിക്കിപ്പോഴും ഞാൻ അമ്മയുടെ തറവാട്ടിലൊരു ചെറിയ ഓലപ്പ തിയേറ്ററിൽ നിന്ന് സിനിമ ഞാൻ കാണുന്നത്. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് നമുക്കൊക്കെ ഓരോ ആക്ടേഴ്സിനെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ഓർമ്മിക്കും. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വിഗതകുമാരൻ തൊട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങോട്ട് എത്തി. ഞാനിത് അഭിനയം ഏതാണ്ട് വയ്യ എന്ന് പറഞ്ഞിട്ട്, വയ്യ എന്ന് പറയാൻ കാരണം അതിനൊരു കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരിക്കലൊന്ന് വീണു. അയ്യോ, വീണിട്ട് മുഖത്തിൻ്റെ ഈ സൈഡ് ഇങ്ങനെ കറുത്തു പോയി. പൃഥ്വിരാജ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത പടമില്ലേ ലൂസിഫറിലൊരു റോൾ അഭിനയിക്കാന്ന് പറഞ്ഞ് പൃഥ്വിരാജ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ സംസാരിച്ചു. അത് തന്നെ ഇവിടെ നിന്ന് സംസാരിച്ച് ഞാൻ ചിലപ്പോൾ പോകാമെന്നൊക്കെ പറഞ്ഞ് ഡേറ്റുമൊക്കെ മാറ്റിയിട്ട് പോയതിന് ശേഷം അപ്പോൾ എന്തോ എനിക്ക് തോന്നി ഇതൊരു ദുശകുനമാണെന്ന് തോന്നി. അപ്പം ഞാൻ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, എനിക്ക് ചെയ്യാൻ ഒക്കില്ല. അപ്പോൾ അവർ പറഞ്ഞ് സാരമില്ല, അതൊക്കെ ഒരു 5-6 ദിവസം കൊണ്ട് മാറും, നമുക്ക് പിന്നെ എടുത്തല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഇനി വർക്ക് ചെയ്യണില്ല എന്ന് പറയാൻ കാരണം അവസാനം ചെയ്തുകൊണ്ടിരുന്ന എല്ലാം ഒരുമാതിരി സിമിലർ ക്യാരക്ടേഴ്സായിരുന്നു. ഞാൻ ഈ അഭിനയത്തിന് ഒരുമാതിരി ചുമ്മാ കാശ് കിട്ടുന്ന ഒരു സാധനമാണെന്ന് കരുതിയിട്ടുള്ളവനായിരുന്നില്ല. അപ്പോൾ ഒരേപോലത്തെ റോള് കുറേ അടുത്തടുത്ത് ചെയ്യേണ്ടി വന്നപ്പോൾ എനിക്കൊരു വിഷമമായിട്ട് വന്നു. ഞാൻ ഇതിന് വേണ്ട മതി, 10-60 വർഷമായില്ലേ, അന്ന് 60 ആയില്ലല്ലേ? 400ഓളം ചിത്രങ്ങൾ പക്ഷേ ചെയ്തിട്ടുണ്ട്. 420. അപ്പോൾ അവർ ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതിൽ അഭിനയിക്കണമെന്നില്ല, ഐ സ്റ്റോപ്ഡ് ആക്ടിങ് ഫോർ ദ ടൈം ബീയിങ്. പിന്നെ കഥകൾ കേട്ടിരുന്നോ പലരും വിളിച്ചിട്ട്? അല്ല, പിന്നെ പലരും ഇപ്പോഴും പറയുന്നുണ്ട്. വേണ്ട അച്ചു അല്ല, ഇപ്പോഴും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാണ്, എൻ്റെ ഈ രൂപം, എൻ്റെ ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ, എൻ്റെ പ്രായം, ഇതെല്ലാം വെച്ചുകൊണ്ട് ഒരുത്തൻ്റെ കഥ സിനിമയാക്കുകയാണെങ്കിൽ, അല്ല വല്ലവൻ്റെയും തന്തയായിട്ടുള്ള റോളല്ല. അതെ, അങ്ങനെ അതിനുശേഷം സ്ക്രിപ്റ്റുകൾ കൊണ്ടുവരുന്നതുകൊണ്ട് ഞാൻ റിജക്റ്റ് ചെയ്യണമുണ്ട്. അതെ, ഇപ്പോഴും സൗന്ദര്യത്തിന് ഒരു കുറവില്ല. ഞാനത് നോക്കാറില്ല. ഞാൻ കണ്ടപ്പോൾ എന്തൊരു സുന്ദരനാന്ന് പറഞ്ഞു എൻ്റെ ക്യാമറയുടെ കുട്ടികളോട്. അതായത് ഇങ്ങനെ ഈ ഗ്ലാമർ ഇപ്പോഴും വെച്ച് സൂക്ഷിക്കുന്നുണ്ട് സാർ. വച്ച് സൂക്ഷിക്കണതല്ല, അല്ല പക്ഷെ ഉള്ളതാ. അതെ അതെ.
ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു അനുഗ്രഹമോ ശാപമോ എന്തോ ഉള്ളതാണ്. അനുഗ്രഹം, അതെ. അപ്പോൾ ഞാൻ ആയ കാലത്തൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ അതിസുന്ദരനായൊരു ചെറുപ്പക്കാരൻ വളരെയധികം സിനിമകളിൽ എല്ലാത്തിലും ഇങ്ങനെ വെച്ചടി കയറുമ്പോൾ ഒരുപാട് സ്ത്രീകളുടെ സ്നേഹം ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഇവരെയൊക്കെ എങ്ങനെയാണ്, അന്നൊന്നും ഇപ്പോഴത്തെ മാതിരി സെൽഫി സോഷ്യൽ മീഡിയയും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് എങ്ങനെയാണ് ഫാൻ ഫോളോയിനെ നിയന്ത്രിച്ചിരുന്നത്? ഫാൻസ് മിക്കവാറും എഴുത്തയക്കും ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതി കൊടുക്കാറുണ്ടോ? ചിലർക്കൊക്കെ ഞാൻ അയക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും വളരെ വ്യത്യസ്തമായി വന്ന ഒരു കത്ത് ഓർമ്മയുണ്ടോ? അങ്ങനെ പലതും ഉണ്ട്. ഓക്കെ. പക്ഷെ ഞാൻ ഒരു ടീനേജറായിട്ടല്ലല്ലോ അഭിനയിക്കാൻ പോകും. അതെ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അഭിനയിക്കാൻ പോകുമ്പോൾ തന്നെ അരഷഷ്ടിത്തെ പൂർത്തി കഴിഞ്ഞിരുന്നു. 30 വയസ്സിന് വയസ്സല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളുടെ കളി എനിക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞാനതെല്ലാം ഒരു വിഷമിപ്പിച്ചിട്ടില്ല, മനസ്സിനെ വിഷമിപ്പിച്ചില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. ഇപ്പോൾ കാണുന്നത് ഇപ്പം അവരെല്ലാം പതുക്കെ ഓരോരുത്തരുടെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തിരിച്ചെങ്ങനെ വരണ മെസ്സേജാണോ? ഇല്ല, ട്രിവാൻഡ്രത്ത് വരുമ്പോഴും അല്ലാതെ വരുമ്പോഴും മക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് അടിപൊളി പറയുന്നിട്ട് ഇങ്ങനെയാണ്. അതെ. അപ്പോൾ അന്ന് ഒരുപാട് എല്ലാ നല്ല മലയാളത്തിലെ ലിറ്ററേച്ചറിലുള്ള ഒരുപാട് എല്ലാ നല്ലവരുടെയും വർക്കുകളിൽ സിനിമയിലായിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടാവും. പറയുമ്പോൾ എന്താ വൈക്കം മുഹമ്മദ് ബഷീർ ആണെങ്കിലും, ഉറൂബാണെങ്കിലും, MT വാസുദേവനാണെങ്കിലും, ചങ്ങമ്പുഴയാണെങ്കിലും, C രാധാകൃഷ്ണനോ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ആ ഒരു ഭാഗ്യം വളരെ കുറച്ച് ആൾക്കാർക്ക് കിട്ടിക്കാണുമല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ ആ ഭാഗ്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിലും അത് വന്ന് ചാടാൻ കാരണം ഞാൻ തന്നെയാണ്. കാരണം ഈ ഒരുമാതിരി എന്താ പറയുക, നിരാശ കാമുകൻ ടൈപ്പ് ഓഫ് റോൾസ് അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് ആസ് എൻ ആക്ടർ എനിക്ക് വിഷമം തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് പടത്തിൽ ഏറ്റവും ക്രൂരനായ ഒരു ക്യാരക്ടർ ഞാൻ എടുത്ത്. വില്ലൻ എന്ന് പറയില്ല, ബാഡ് ക്യാരക്ടർ. അതേത് സിനിമയ്ക്കായിരുന്നു? പ്രിയ. അത് ഭയങ്കര പേരായിരുന്നു ആ സിനിമയ്ക്ക്. അതെ. ആ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇമേജ് എന്നുള്ളതുണ്ടല്ലോ ഒന്ന് ബ്രേക്ക് ചെയ്തു. അതെല്ലാവരും വിചാരിച്ചു ഇമേജ് എന്ന് ബ്രേക്ക് ചെയ്യണത് വലിയ മോശമാണ്. എനിക്ക് തിരിച്ചാ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ നോവൽസ് എടുത്തിട്ട് പടങ്ങൾ എടുക്കാൻ തുടങ്ങി. ഈ നോവലിൻ്റെ ഒരു ഹീറോയും ശ്രീരാമനല്ല. കറക്റ്റ്. ഈ ഹീറോ അല്ല, സിനിമ ഹീറോ അല്ല. എവരിബഡി ഹാസ് ഷെയ്ഡ്സ് ഓഫ് ഗ്രേ അല്ലേ? അപ്പോൾ എല്ലാവരും എല്ലാ വീക്ക്നെസ്സും എല്ലാം മനുഷ്യരാണ് ഈ നോവൽസിലെ പ്രധാന കഥാപാത്രങ്ങൾ, ഹീറോസ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ക്യാരക്ടേഴ്സ് എല്ലാം എനിക്ക് വന്നു. അത് കലക്കി. അപ്പോൾ അങ്ങനെ ഈ നോവൽസ് എടുത്ത് പടം പിടിച്ചവരെല്ലാം അതിലെ പ്രധാന റോൾ അഭിനയിക്കാൻ എന്നെ വിളിച്ചു എന്നുള്ളതാണ് സത്യം. അതൊരു ഭയങ്കര ചേഞ്ച് അല്ലേ, ടേണിംഗ് പോയിന്റാണ് ശരിക്കും പറയാച്ചാൽ. പിന്നെ പ്രൊഡക്ഷനും സംവിധായകവും ഏറ്റെടുത്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഏകനാണെന്നുള്ള സിനിമയിലെ ആ പാട്ടില്ലേ, മൃദുലേ, അത് അന്ന് ഒരാളും കേൾക്കാത്തൊരു പാട്ടാണ് അല്ലേ? അത് സന്തോഷം സമയത്തൊരു അതിൻ്റെ ഒരു ട്യൂണും സങ്കടമുള്ളപ്പോഴും വേറെ തരത്തിലാണ് ഒരേ പാട്ട് ഒരേ ലിറിക്സ് പാടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഈ സംവിധായം അത് ആൾക്കാരെന്ന് പറഞ്ഞു, വേണോ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ ബുദ്ധിമുട്ടെന്നൊക്കെ ചോദിച്ചു കാണൂല്ലേ? ചെയ്യിക്കുന്നത് ഞാനാണല്ലോ. അതെ. ഇപ്പോൾ ഡയറക്ടറാണെങ്കിൽ സ്ക്രിപ്റ്റ് വർക്ക്, സ്ക്രിപ്റ്റും അത് ഇതെല്ലാം ഞാനാണല്ലോ കൊടുക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ലാത്തൊന്നും ആ പടങ്ങളിൽ. ഈവൻ പ്രൊഡക്ഷനിലും അങ്ങനെ പ്രൊഡ്യൂസർ ആയപ്പോഴും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒക്കെ വളരെ ഇതായിരുന്നു, വളരെ സോഫ്റ്റ്വെയർ. ഇപ്പോഴത്തെ ഒരു ജീവിത രീതിയെ താങ്കൾ ഒരു 12-1 മണിക്ക് എഴുന്നേൽക്കുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ? സാധാരണ രാവിലെ എഴുന്നേൽക്കുന്നത് രാവിലെ 1 മണിക്കല്ലേ? രാവിലെ അല്ല, ഉച്ചയ്ക്ക്. അപ്പോൾ ഈ 2 മണി വരെ ഉറങ്ങാതിരിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്താണ് ഈ കാണുക ആ സമയത്തൊക്കെ? സംഭവം എന്താണെന്നറിയാം. ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞാൽ അവിടെ 3 പേപ്പറുകളുണ്ട്. കേരളമതിയുണ്ട്, മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്. ഇപ്പോൾ ഇതുവരെ എനിക്കായിട്ട് തുറന്നു നോക്കാൻ പറ്റിയിട്ടില്ല. ഇതൊന്നും ഞാൻ കാരണം. അതെ, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ TV-യിൽ എന്തെങ്കിലും കാണാനുണ്ടാവും, അല്ലെങ്കിൽ വീട്ടുകാർ തന്നെയുണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള സമയം എന്ന് പറയുന്നത് വിൽ ബി ആഫ്റ്റർ 11 o'clock in the night. സമ്മതിച്ചു സാറേ. അപ്പോൾ 11 o'clock അതിന് ശേഷമാണ് ഞാനൊരു പടം കാണുകയോ വല്ലതും വായിക്കുകയോ വല്ലതും ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ. അപ്പോൾ എനിക്ക് വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞ് from about 11 o'clock to 3 o'clock in the night. വാവ്. മനുഷ്യരെല്ലാം ഉറങ്ങുമ്പോൾ താങ്കൾ ഉണർന്നിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്.
കിടന്നു കഴിഞ്ഞ് 8 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കും. അത്രേ ഉള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. അത്രേ ഉള്ളൂ. ലണ്ടനിൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഞാൻ എണീക്കും. അത് കലക്കി. നമ്മൾ ബ്രിട്ടീഷ് ടൈം സോണിലാണ്. എല്ലാ സിനിമകളും കാണുന്നറിയാം, വളരെ അപ് ടു ഡേറ്റ് ആണെന്ന് എനിക്കറിയാം. ഈ അങ്ങനെ സിനിമകൾ ഏതൊക്കെയാണ് തിരഞ്ഞ് കാണാറ്? മലയാളം എല്ലാം കാണാറുണ്ടോ അതോ? ഇത് OTT വരുന്ന എല്ലാം തന്നെ ഓടിച്ച് നോക്കും. ഒരു 10-15 മിനിറ്റ് നോക്കി സഹിക്കാൻ വയ്യാതാണെങ്കിൽ നിർത്തും. വെരി ഗുഡ്. ഒരുമാതിരി സഹിക്കാമെങ്കിൽ മുഴുവൻ കാണുള്ളൂ. അങ്ങനെ ഒരുമാതിരി സഹിച്ചെടുത്താൽ എന്തെങ്കിലും കണ്ടിരുന്നോ? കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചത് സാർ ശ്രദ്ധിച്ചു കാണല്ലോ. ഇപ്പോൾ 80കളിലെ സുവർണ്ണകാലം എന്ന് പറയുന്നത് ഇപ്പോഴും സുവർണ്ണകാലം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻ ടേംസ് ഓഫ് കോണ്ടന്റ്, ക്വാളിറ്റിയും കോണ്ടന്റും ഒക്കെ. പക്ഷേ അതിലെന്തെങ്കിലും തോന്നുന്നുണ്ടോ? അന്നത്തേക്കാളൊരു ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഡിഫറൻസ് എന്ന് പറയാൻ ഒക്കില്ല. അതിപ്പോൾ ബാക്കി എല്ലാ ഇതിലുള്ള ഡിഫറൻസ് പോലെ ഇതിലും അല്പസ്വല്പം ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ അങ്ങനെ ഭയങ്കരമായ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ വയലൻസ് അധികമാണെന്ന് തോന്നുന്നുണ്ടോ? വയലൻസ് അധികമാണെന്ന് തോന്നിയാൽ അധികമാണ്. അതെ, എനിക്ക് ചിലതൊന്നും കാണാൻ പറ്റാറില്ല. ഞാൻ OTT അല്ലെങ്കിൽ സിനിമയാണെങ്കിൽ ഞാൻ കണ്ണടച്ചിരിക്കും. കാരണം ഇത് മനസ്സിൽ നല്ല കാര്യങ്ങൾ ഓടില്ല. നെക്സ്റ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ചീത്ത കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ദിവസത്തെ ബാധിക്കും. എന്തുകൊണ്ട് ഈ വയലൻസിന് ഇത്രയും വലിയ അട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ, ഈ രാമായണത്തിലുള്ള ഒരു വയലൻസ് ഉണ്ട് ഏതെങ്കിലും പടത്തിലുണ്ടോ? ഇല്ല. മഹാഭാരതത്തിൽ എന്താ? മഹാഭാരതത്തിൽ 18 ദിവസമേ ഉള്ളൂ ചാലും. 2000 അസുരന്മാരൊക്കെയാണ് ബാണം കൊണ്ട് അമ്പ് കൊണ്ട് കൊന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പോരുന്ന അതിലെ വയലൻസിലെ വയലൻസ് നോക്കാൻ നേരത്തെ മലയാള സിനിമയിലെ വയലൻസ് ഒന്നുമില്ല. അത് കറക്റ്റ്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളത് പറഞ്ഞു കേട്ട വയലൻസും ഇത് കാണുമ്പോഴുള്ള വയലൻസും വ്യത്യാസമുണ്ട്. നമുക്കത് കാണിക്കുന്ന രീതിയിലാണ് നമുക്ക് ഇഷ്ടമില്ലാത്തത്. കറക്റ്റ് കറക്റ്റ്. മറ്റേ ഈ രാമനൊരു ഈ മനുഷ്യൻ്റെ മുകളിലുള്ള ഒരു ക്യാരക്ടറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം അത് മാജിക്കും കൂടെ അതിനകത്ത് വന്നാലേ ആർക്കും തോന്നുന്നില്ല. ഇതങ്ങനെയല്ല. വല്ലവൻ്റെയും താടിയടിച്ച് അവൻ പൊങ്ങി പോവുക, 3 കരണം വഴിച്ച് താഴെ വീഴുക, എണീറ്റ് നിന്ന് വീണ്ടും അടിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കാം. പിള്ളേർ കൈയടിക്കുമായിരിക്കാം, പക്ഷേ ശകലം ബോധമുള്ളവർക്ക് അത് സഹിക്കാൻ പറ്റില്ല. ആ സ്ഥിതിയിലായിപ്പോയി. അതെ, സാറിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറിനെ കുറിച്ച് കുട്ടേട്ടൻ കുറേ പറയേണ്ടായി. അതിപ്പോൾ എനിക്കത് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഒരു 10 കൊല്ലം മുമ്പായിരിക്കണം. സാറ് പ്ലെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈക്കോ പോകുമ്പോൾ ഞാനതേ ഇതിലുണ്ടായിരുന്നു. 10 കൊല്ലം 12 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ ഇങ്ങനെ മെലിഞ്ഞിരിക്കണേ എന്ന് വെച്ചു. TV യിൽ കാണണമെങ്കിലും കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു നേച്ചുറോപ്പതി ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് വരിക സാറേ, അപ്പോൾ അതുകൊണ്ടാണ് മെലിഞ്ഞിരിക്കണേ. അപ്പോൾ അതെന്താ മസാജ് ഒഴിച്ചിലാണോ വെച്ചു സാറ്? അപ്പം ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാനും ഒഴിയാനൊക്കെ പോയി, പക്ഷെ എന്നെ ഒഴിഞ്ഞവരൊക്കെ മെലിഞ്ഞു. ഞാൻ ഈ 12 കൊല്ലമായിട്ടത് സൂക്ഷിച്ച് വെച്ചിരിക്കുക സാറോട് എപ്പോഴേലും പറയാൻ. അങ്ങനെ ഒരുപാട് ഫലിതങ്ങൾ താങ്കളുടെ ലൈഫിലുണ്ടായിരുന്നു. അപ്പോൾ ഓർമ്മിച്ച് വെച്ച് എപ്പോഴും ചിരിക്കുന്ന എന്തെങ്കിലും എന്നോട് ഇപ്പോൾ പറയാൻ പറ്റുമോ? അതെ, ഈ എന്താണെന്ന് പറയുക, ഹ്യൂമറായിട്ട് പറയുന്നതല്ല, ഗിഫ്റ്റ് ഓഫ് ദ ഗാബ്. അല്ല, അപ്പോൾ തോന്നുന്നതനുസരിച്ച് അങ്ങ് പറയുന്നതാണ്, തമാശ പറയുന്നതല്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ പറയാൻ പറഞ്ഞാൽ വരില്ല, ശരിയാവില്ല. പക്ഷെ എന്നാലും ഈ സിനിമാ സെറ്റിലൊക്കെ ഒരുപാട് ഇപ്പോൾ അടൂർ ബാസി ചേട്ടനാണെങ്കിലും നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയിൽ ഭയങ്കര തമാശ വരും. അപ്പോൾ അജിത്തിൻ്റെ അമ്മ പറയും, ബാസി ചേട്ടൻ ഊണയ്ക്കാൻ വരുന്നുണ്ടെങ്കിൽ എവിടുന്ന് 5-6 പേരുണ്ടാവും. അപ്പോൾ ബാസി ചേട്ടൻ വിളിച്ച് പറയത്ര ഗേറ്റിൻ്റെ അവിടെ നിന്ന്, ഇന്നലെ ചേച്ചി ഒരു ഹംഗേറിയൻ ഡെലിഗേഷൻ വരുന്നുണ്ട് വിശന്നിട്ടേ. അതുമാതിരിയുള്ള ഭാസ്കര മാഷ ആദ്യമായിട്ട് എപ്പോഴാണ് കാണുന്നത്? ഭാസ്കര മാഷ ഞാൻ ദൂരെ നിന്ന് ധാരാളം കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അദ്ദേഹം സിനിമാക്കാരനാകുന്നതിന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഭാസ്കര മാഷ കണ്ടിട്ടുണ്ട്. ഭാസ്കര മാഷ കണ്ടത് ഞാൻ ഒരിക്കൽ ബനാറസിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ ഈ മദ്രാസിൽ ഇറങ്ങിയ സ്റ്റുഡിയോയിലൊക്കെ കയറി ഷൂട്ടിംഗ് കാണാം. ബനാറസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ബനാറസിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് യാത്രയൊക്കെ വന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവിടെ ഇറങ്ങി സ്റ്റുഡിയോസിലെല്ലാം പോയി നമ്മുടെ പടത്തിൻ്റെ ഈ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ ഇത്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്, അഭിനയിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ളത് ഉള്ളതുകൊണ്ടാണല്ലോ ഈ പോണത്. പട്ടസാധനം ഉണ്ടായിരുന്നു ഇവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പട്ടസാധനം എടുത്ത് ചോദിച്ചു, ഭാസ്കര മാഷ് ഇവിടെ ഉണ്ട്, പോയെന്ന് കണ്ടാലോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പോയി ഭാസ്കര മാഷ് വീട്ടിൽ പോയി കണ്ട് കാര്യമെല്ലാം പറഞ്ഞു. പക്ഷേ ഞാൻ അവിടുത്തെ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഉടനെ ഉള്ള ഇതല്ലേ ഇത് പറഞ്ഞു. പോയി പഠിച്ചിട്ട് വരും, നമുക്ക് നോക്കാം. അതൊക്കെ ഏത് കാലഘട്ടമായിരുന്നു? 60 or 61. അങ്ങനെയാണ് ഭാർഗവ നിലയത്തിൽ വരുന്നതല്ലേ? ഭാർഗവ നിലയൻ്റെ പിന്നീടുള്ള പടമല്ലേ? ഭാർഗവ നിലയം എഗൈൻ ചന്ദ്രതായുടെ പടമാണല്ലോ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നെ
പ്രാക്ടിക്കലി ഇങ്ങനെ പറഞ്ഞ കാൽപ്പാടുകളാണെങ്കിലും അതെ മൂടുപടമാണല്ലോ. അതാണ് മൂടുപടം ചന്ദ്രതാരയുടെ പടമാണ്. അതാണ് അപ്പോൾ ചന്ദ്രതാരയുടെ പടം തന്നെയാണ് ഈ ഭാർഗവി. ഭാർഗവീരൻ. ഈ ഭാർഗവീരനിലെ ഫസ്റ്റ് ഹാഫ് വരയ്ക്കും ശരിക്കും പറഞ്ഞാൽ സോളോ ആക്ടറാണ്, അതെ, വേറെ ആരും ഇല്ല. അപ്പൊ അന്ന് അത് ഒരു ചാലഞ്ച് ആയിരുന്നില്ലേ? ചാലഞ്ച് അല്ല, ഒരു ആക്ടിങ് കൊതിച്ചിരിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അതൊരു പറുദീസ ഒരു സദ്യയായിരുന്നു. അതെ സദ്യ. ആക്ച്വലി ദാറ്റ് മെയ്ഡ് മീ ആൻ ആക്ടർ. ആ പടം പടം ഈ നടനാണ് നാട്ടുകാർ സമ്മതിച്ചെന്ന പടം. അങ്ങനെയുള്ള 2 ക്ലാസിക് ശരിക്കും സാറിന്റെ പേരിലാണ്, ഒന്ന് ഭാർഗവീരനും ഒന്ന് ചെമ്മീൻ അല്ലേ? അന്ന് ഈ മന്നാടിയുടെ ശബ്ദം മാനസമൈനെ വരൂ എന്ന് പറയുമ്പോൾ അത് മാച്ചായിട്ട് തോന്നിയിരുന്നു അന്നൊക്കെ. അദ്ദേഹത്തിന്റെ അശ്രയ പാടിയിട്ടുണ്ട് അദ്ദേഹം. പക്ഷെ അന്ന് അങ്ങനെ നമുക്കൊന്നും അന്ന് വേറെ ആരും സജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലോ അന്നത്തെ. അപ്പൊ അതിലെങ്ങനെയായിരുന്നു ആ പാട്ട് വരുമ്പോൾ അവനവന്റെ ശബ്ദം തോന്നിയോ സ്ക്രീനിൽ? ഇല്ല, ആ പാട്ട് ഒരു വലിയ പാഠമാണ്. ഞാൻ ഈ പാട്ട് കേട്ടിട്ട് കാര്യാരനോട് ഞാൻ തന്നെ ചോദിച്ചു, ഞാൻ നല്ല പാടാണല്ലോ, ഇതിൽ മാനസമേനി വറു മധുരം ഉള്ളി തറും ഇതിൽ ഞാൻ പാടുകയാണെങ്കിൽ ആളുകൾ തിയേറ്ററിൽ കൂവില്ലേ? കാര്യമായിട്ടൊന്നും ഒന്നുമില്ല, കൂവൊന്നുമില്ല, ധൈര്യമായിട്ട് പാടിക്കുള്ളൂ. ഞാനിപ്പോൾ ഞാൻ അങ്ങനെ അല്ലാന്ന് തർക്കിക്കാൻ പോയില്ല. അത് ചെയ്യുമ്പോഴൊന്നും എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് പാടാനായി കഴിഞ്ഞിട്ട് ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കണില്ല. അപ്പോഴാണ് മനസ്സിലായത്, നമ്മൾ സിനിമയിൽ തന്നെ പാട്ട് കേൾക്കുകയാണ്, വാക്കുകൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പല പാട്ടുകളുടെയും മലയാളത്തിൽ നല്ല പാട്ടുകളുടെ അതിൻ്റെ ലൈൻസ് എന്താണെന്ന് വെച്ചാൽ 99% ആളുകൾക്കും അറിയില്ല. അപ്പോൾ ഇറ്റ് ഈസ് സോങ്. അപ്പോൾ ഈ പാട്ടിന് അതിൻ്റേതായിട്ടുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തി അതാണ് പാട്ടിൻ്റെ വിജയത്തിൻ്റെ കാര്യം. ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും നല്ല 10 പാട്ടെന്ന് പറഞ്ഞാൽ മാനസമേനി വരൂ. അതെ, നമ്മളെ അതെടുക്കുകയാണെങ്കിൽ എല്ലാവരും തന്നെ അങ്ങനത്തെ സിനിമ പാട്ടുകളെ വരുന്നുള്ളൂ. ആ കാലത്ത് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഏറ്റവും സുഹൃത്തുക്കളായിട്ട് എപ്പോഴും കൂടുന്നത് ആരോടൊക്കെ ആയിരുന്നു? കൂടുതലുണ്ടായിരുന്നത് ബാസി, അടൂർ ബാസി, ശങ്കരാടി, ബഹദൂർ. മറ്റേ ഈ ഹീറോസ് ഇവരെല്ലാം ഭയങ്കര ബിസിയാണല്ലോ. അതുമാത്രമല്ല, ഇപ്പോൾ 5 പടത്തിലുണ്ടെങ്കിൽ ഈ 5 പടത്തിലും ഇവരെല്ലാവരും ഉണ്ട്. പിന്നെ സത്യൻ സാറോ നസീറോ ആണെങ്കിൽ അവരഭിനയിക്കുന്ന പടത്തിൽ അവരുണ്ട്, അതിലും ഇവരുണ്ട്. അവരഭിനയിക്കുന്ന പടത്തിൽ, ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഡെയിലി കാണുന്നവർ ഇവർ 300 അങ്ങനെ കൂടുതൽ അടുപ്പവും അവരെടുത്തായി. നിങ്ങളുടെ ഈ ഒരു പരമോക്കളാണെങ്കിലും ശോഭന പരമേശ്വരൻ, ഇവർ ഈ സഭകളിൽ എപ്പോഴും ഒരുപാട് പാട്ടുകളും ഈ പാർട്ടികളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ എന്തെങ്കിലും ദുസ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ദുസ്വഭാവമാണെന്ന് തോന്നി അങ്ങ് ചെയ്യുമോ? നല്ല സ്വഭാവമായിരുന്നു. അതെ. അപ്പം ദുസ്വഭാവം അത് നല്ല കോൺസെപ്റ്റാണ്. അത് ദുസ്വഭാവം എന്നല്ലല്ലോ. അപ്പം അങ്ങനെ ഉള്ള ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ അതൊന്നും അങ്ങനെ ഒരു ഇന്ന് കാലത്തൊക്കെയാണ് നമ്മൾ സ്ഥലത്തിരുന്ന് എന്തെങ്കിലും ഇങ്ങനെ ദ്രാവകങ്ങളൊക്കെ കുടിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം പലരും ഫോട്ടോ എടുത്തത് സോഷ്യൽ മീഡിയ ഇടും. അന്നൊന്നും അങ്ങനത്തെ ഒരു അബദ്ധങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ആൾക്കാർ കാണുന്നു അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നു, എഴുതുന്നു, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, അതങ്ങനെ എല്ലാവർക്കും എല്ലായിടത്തും ഉണ്ടല്ലോ ഇത്, ഇല്ലേ? അതൊരു അമിതമായിട്ട് പോയിട്ട് ഒരുമാതിരി ബോറാകുമ്പോഴാണത് കൺട്രോളിലായിരുന്നല്ല. അത് എത്രയേ ഉള്ളൂ. അവിടെ ആരും അങ്ങനെ ഒരുമാതിരി എൻ്റെ അറിവിൽ അനുഭവത്തിലില്ല. ഒരു നിമിഷം നമ്മൾ തൊട്ട് മുമ്പിലത്തെ ഈ കാലഘട്ടത്തിലേക്ക് സാറൊന്ന് ആലോചിച്ചാൽ, ഒന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ എന്താണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നൊരു വിഷ്വൽ? അതൊരു സെറ്റിലെ മണമാണോ, ഒരു ഭക്ഷണമാണോ, അതോ ഒരു കോൺവെർസേഷനാണോ? എന്താണ് ഓർമ്മ വരിക ഇപ്പോൾ ഒന്ന് ആലോചിച്ചാൽ? ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്നിരിക്കും, തമ്മിൽ സംസാരിച്ചിട്ട് എപ്പോഴും പൊട്ടിച്ചിരിക്കും. ഈ ബാസി പോലുള്ളവരെല്ലാം തമാശ പറഞ്ഞ് ബാക്കിയിരിക്കും. അപ്പം ഷൂട്ട് ചെയ്യുന്നതിൻ്റെക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുമായിരുന്നു ഈ ഷൂട്ടിംഗ് ഇല്ലാതെ ബിറ്റ്വീൻ ഷോട്ട്സ്. ഇപ്പോൾ ഉള്ള കഷ്ടം എന്താണെന്ന് പറയുന്നത്, ബിറ്റ്വീൻ ഷോട്ട്സ് എല്ലാവരും ഈ അത് തന്നെ. താങ്കൾ ഇപ്പോൾ അത് ചെയ്യാറുണ്ടോ? വാട്സാപ്പൊക്കെ നോക്കാറുണ്ടോ? വാട്സാപ്പ് നോക്കാറുണ്ട്, വളരെ കുറച്ചേ നോക്കാറുള്ളൂ. എൻ്റെ കയ്യിൽ 2 ഫോണുണ്ട്. ഒന്നിനെ വാട്സപ്പ് എടുത്ത് കളഞ്ഞു, വേറൊന്ന് വാട്സപ്പിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ദിവസവും 2-3 പ്രാവശ്യം എടുത്ത് നോക്കുള്ളൂ. അതിൽ കോൾ വന്നാലേ ആദ്യം അറ്റൻഡ് ചെയ്യാറില്ല. ഞാൻ ഈ കോൾ അറ്റൻഡ് ചെയ്യണ ഇതിൽ
ഫോണിൽ വാട്സപ്പില്ല. ഇല്ല. ഇല്ല. അപ്പോൾ ഈ തമാശകളൊക്കെ ഫോർവേഡൊക്കെ ചെയ്യോ വന്നതൊക്കെ? ഈ എനിക്ക് വരണത് മുഴുവനും വായിക്കാനേ സമയമില്ല, പിന്നെ എവിടെ നിന്ന് ഞാൻ ഫോർവേഡ് ചെയ്യുന്നത്? അത് കലക്കി. ഏറ്റവും അധികം രാവിലെ ഒരു കാര്യം ആൾക്കാർ ഗുഡ് മോർണിംഗ് അയക്കും, അത് ചെയ്യാറുണ്ടോ? അതൊക്കെ തിരിച്ചു എന്നും രാവിലെ കൃത്യം ഗുഡ് മോർണിംഗ് അയക്കുന്ന ആരാ? താങ്കൾക്കത് 12 മണിയാണ്. എന്നാലും ഇപ്പോൾ കുറച്ച് 10-12 പേരുണ്ട്. എയർപോർട്ടിൽ ജോലിയുള്ള ഒരു പാർട്ടിയുണ്ട്, അയാളാണ് അയക്കാറ്. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു സാറിന് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരോടും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അതെങ്ങനെ സാധിക്കുന്നു? എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്ക് സിനിമ ഇഷ്ടമാണല്ലോ. പോയിന്റ്. ഞാൻ കോളേജിൽ ലെക്ചറായിരുന്ന കാലത്ത് എല്ലാ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. എല്ലാ പ്രായത്തിലുള്ള ഫ്രണ്ട്സ് ഉണ്ടായി സിനിമയിൽ വന്നതിന് ശേഷം ആ ജനറേഷൻ ഇല്ല, ബ്രിഡ്ജ് ഇല്ല അല്ലേ? എല്ലാവരും. പക്ഷെ ഇപ്പോഴത്തെ അന്നും ഇന്നും കോൺസെപ്റ്റിലെ അന്നൊക്കെ സ്ക്രിപ്റ്റൊക്കെ എങ്ങനെയാണ് സാർ? ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താ പറയുക, രാവിലെ വന്നിരുന്ന് ഞാൻ കേട്ടത്, ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷെ രാവിലെ വന്നിരുന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നു, ആ സമയത്താണ് എഴുതി കൊടുക്കുന്നത്. ആ കാലത്ത് എങ്ങനെയാണ്? അല്ല, എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് വരുമായിരുന്നു വായിക്കാൻ. ചെറിയ റോളാണ് അഭിനയിക്കുന്നതെങ്കിലും സ്ക്രിപ്റ്റ് വായിക്കുമായിരുന്നു. സ്ക്രിപ്റ്റ് മാതിരി തന്നെയാണ് ഒരു ഫ്രെയിം. അന്നൊക്കെ ഒരു മധു എന്ന നടൻ ഒരു റോൾ ബൈ റോൾ വെച്ചടി കയറിയിട്ടാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ, ഓവർനൈറ്റ് ഒരു സോഷ്യൽ മീഡിയ സെൻസേഷൻ ആവാം. അപ്പോൾ അതിലെന്തെങ്കിലും അന്തരം കണ്ടോ? അതൊരു ബബിളാന്ന് തോന്നിയിട്ടുണ്ടോ സാറിന്? തോന്നിയിട്ടില്ല. അന്ന് ഇത്രയും നമ്പർ ഓഫ് ഫിലിംസ് ഇല്ലല്ലോ. ഞാൻ വരുമ്പോൾ ഒരു വർഷം 5-6 പടമൊക്കെ ഉള്ളൂ മലയാളത്തിൽ. 6 അങ്ങനെ. അപ്പോൾ ഈ വക എല്ലാ പ്ലാറ്റ്ഫോമിലും സിനിമകൾ കാണുമ്പോഴേ ഈ പല വേറെ ഭാഷകളും കാണാറുണ്ടോ? ഇപ്പം കാണാറില്ല, പണ്ട് കാണുമായിരുന്നു. അതെ. ജീവിതത്തിൽ നമ്മൾ ചെയ്തൊരു തെറ്റ് അത് വലിയൊരു പാഠമായിട്ട് പിന്നെ അത് ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ടോ? ആ ഒരു പാഠമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തെറ്റുണ്ടായതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല. നല്ല പിന്നെ ഓർക്കുമ്പോൾ ഇതായിട്ട് ഓർക്കാൻ. അതാണ്. വീട്ടിലിപ്പോ മുതുമുത്തശ്ശനാവാൻ പോവല്ലേ? കൊച്ചുമകന്റെ ഭാര്യ പ്രസവിക്കാൻ പോവാണ് അടുത്ത മാസം. അതെ. അപ്പൊ കുഞ്ഞുവായ കാത്തിരിക്കുക. അതെ. പിന്നെ അതുമാതിരി ഈ ഭക്ഷണ രീതിയൊക്കെ? ഭക്ഷണ രീതി വെച്ചാൽ ഭക്ഷണം അടുക്കള ഈ വീട്ടിൽ തന്നെയാണ്. കാരണം ഇതിൻ്റെ അപ്പുറത്ത് സെല്ലാറുണ്ട്, അതാണ് അടുക്കള. അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ട് എനിക്കും തന്നയക്കും, ഉമ്മയുടെ വീട്ടിലും കൊടുക്കും. പിന്നെ കൃഷ്ണകുമാറിൻ്റെ അച്ഛന് അപ്പുറത്തെ വീട്ടിൽ താമസിക്കും, അവിടെയും കൊണ്ടുപോയി. 3 വഴി. അതെ. ജീവിതത്തിൽ ഇപ്പം ഏറ്റവും എൻജോയ് ചെയ്യുന്നൊരു നിമിഷം എന്താണ്? ഒരു ദിവസമായി ഏറ്റവും ഹാപ്പിനെസ് എന്താണ്? സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ഹാപ്പിനെസ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ഐ വാസ് ഓൾവേസ് ഹാപ്പി. വെരി ഗുഡ്. അതെ. 23rd സെപ്റ്റംബർ അല്ലേ ബർത്ത്ഡേ? അതെ. സാധാരണ എങ്ങനെയാ പിറന്നാളുകൾ ആഘോഷിക്കുക? അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇല്ല. വേറെ ആരെങ്കിലും ആഘോഷിക്കണമല്ല, ഞാൻ ആഘോഷിച്ചിട്ടില്ല. എൻ്റെ പിറന്നാൾ ആദ്യമായിട്ട് ആഘോഷിച്ചവരെല്ലാം കൂടെയാണ്, ഏഷ്യാനെറ്റും എല്ലാം കൂടെ. അതായിരുന്നു ആഘോഷം. പക്ഷെ അങ്ങനെ ഒരു ആഘോഷം വേറെ ഉണ്ടായിട്ടില്ല. അതെ. അപ്പോൾ ഈ സ്ഥലത്ത് ഈ റൂമിൽ താങ്കളോട് സംസാരിക്കാൻ ഒരു 5-6 ആൾ വേണം എന്ന് പറഞ്ഞാൽ ആരൊക്കെ വേണമെന്ന് ആഗ്രഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാത്തവർ? ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. കാരണം ഞാൻ ഈ ആരെല്ലാം കൂടെ ഉണ്ടായാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം മരിച്ചുപോയി. ഇപ്പോൾ അപ്പോൾ 2-3 സ്ത്രീകൾ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ കൂട്ടത്തിൽ. ആരുമില്ല. ശ്രീരാമൻ ജയഭാരതി ചേച്ചി മാത്രം. അതെ. അവരെല്ലാം ബാക്കി എല്ലാവരും പോയി. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കാൻ നിവൃത്തിയില്ല. ഇല്ല. ഒരുപാട് നല്ല സന്തോഷമായ മെമ്മറീസ് ഉണ്ട്. അതെ. പിന്നെ അതുമാതിരി കുറച്ച് ദേഷ്യം അധികം ഉണ്ടോ? ദേഷ്യം എന്തെങ്കിലും വന്ന് രണ്ടാമത്തത് പറഞ്ഞത് മനസ്സിലാകാതിരിക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക ചെയ്താൽ സംസാരം അല്പം ഉറയ്ക്കും. അപ്പോൾ അത് ഭയങ്കര ദേഷ്യമാണെന്ന് ആൾക്ക് തോന്നും. അപ്പോൾ അതിന് നല്ല പബ്ലിസിറ്റിയും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പ്രയോജനമുണ്ട്. അപ്പോൾ ഇത്രയും എനിക്ക് ഇനി ഒരുപാട് ചോദ്യം, എനിക്ക് സാറിനെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹമില്ല. കാരണം ഒരു ഞായറാഴ്ച ഇനി പേപ്പറുകൾ വായിക്കാൻ കിടക്കണം, മീ ടൈം എന്ന് പറയുന്നുണ്ട്. അതിന് രാത്രിയാണ് വായിക്കുന്നത്. അതെ. ഇനിയിപ്പോൾ എന്താ, ഇപ്പം ഞാനവിടെ പോയാൽ എന്താ പരിപാടി? ഇപ്പോൾ മണി 4 ഉണ്ടാവും. 4:30. ഇനിയിപ്പോൾ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് 5:30 ആകുമ്പോൾ ഞാൻ പതുക്കെ അകത്ത് കയറിയിട്ട് കഥ ഉടയ്ക്കും, കുറച്ച് എക്സസൈസ് ചെയ്യും, യോഗ. അത് കഴിഞ്ഞ് എപ്പോഴും വീട്ടിൻ്റെ അകത്ത് തന്നെ കുത്തിയിരിക്കുകയാണല്ലോ. അത് കാരണം ബെഡ്റൂമിൻ്റെ അപ്പുറത്തൊരു ബാൽക്കണിയുണ്ട്, ഓപ്പൺ ബാൽക്കണി. അവിടെ ചെന്നിട്ട് സൺസെറ്റ് കാണാം. അപ്പോൾ ഭഗവാനോട് അല്പം സൂര്യഭഗവാൻ അല്പം ഡയലോഗെല്ലാം അടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. എന്തായിരിക്കും ഡയലോഗ് യൂഷ്വലി?
ഈശ്വരവിശ്വാസം ഉണ്ടോ? ഈശ്വരവിശ്വാസമുണ്ട്. ഉണ്ട്. പെട്ടെന്ന് വിളിക്കുന്ന ദൈവാരാ? എനിക്ക് വലിയ ഇഷ്ടമുള്ളത് ഗണപതിയാണ്. ഗണപതിയാണ്. എന്നാലും എനിക്കിപ്പോഴും നല്ല സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കട്ടെ. ഇത്രയും സമയം തന്നെ സർ. താങ്ക് യു സോ മച്ച്. ഐ എം സോ ത്രിൽഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ. താങ്ക് യു സോ മച്ച്.